അപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ഗ്ലാസ് സ്നെയിലിൻ്റെ വെറൈറ്റി പെടുന്ന ഒരു ഒച്ചാണ്. ഇതിൻ്റെ ഷെല്ലൊക്കെ ഗ്ലാസ് പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇതിന് ഗ്ലാസ് നെയിൽ എന്ന് ജനറലി അറിയപ്പെടുന്നത്. ഈ ഗ്ലാസ് നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ക്ലാസിഫിക്കേഷനാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സ്പീഷീസുകളുണ്ട്. ഇതിൻ്റെ ഒരു രൂപമൊക്കെ വെച്ചിട്ട് ഇതിന് രണ്ട് സ്പീഷീസുകളായിട്ട് സാദൃശ്യമുണ്ട്. ഒന്ന് ഏഗോപെനല നിറ്റിഡ്യുല, വേറെ ഒന്ന് ഓക്സിഷിലസ് ഡ്രപ്പർനൗഡി. പക്ഷേ ഈ ഏഗോപിനല നിറ്റിഡുല എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ് ഇതുപോലെ തന്നെ കാണാതിരിക്കുമെങ്കിലും ഇത് കൂടുതലായും കണ്ടുവരുന്നത് യൂറോപ്പിലൊക്കെയാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ ഈ സ്പീഷീസിനെ എവിടെയും കണ്ടതായിട്ട് പറയുന്നില്ല, അതായത് ഒരു റെക്കോർഡ്സും ഇല്ല. പക്ഷേ ഓക്സിഷിലസ് ഡ്രപ്പർനൗഡി കേരളത്തിൽ പലയിടത്തായിട്ട് കണ്ടതായിട്ട് റെക്കോർഡ്സിലുണ്ട്. ഇവ രണ്ടും നല്ല ചെറിയ സ്മൂത്ത് ആയിട്ടുള്ള ഗ്ലാസി സ്നെയിൽസ് ആണ്. ഇവരുടെ ഷെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വഴിയാണ് മെയിനായിട്ട് ഇവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എന്നിരുന്നാലും ഷെല്ലിൻ്റെ കളേഴ്സും ഷേപ്പുകളൊക്കെ വളരെ സിമിലർ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഓക്സിഷിലസ് ഡ്രപ്പർനൗഡി ആയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രമേ കേരളത്തിൽ കണ്ടിട്ടുള്ളൂ, കണ്ടതായിട്ട് റെക്കോർഡ്സിലുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ച് ആധികാരികമായിട്ട് അറിയാമെങ്കിൽ അത് കമൻസിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഇത് രണ്ടുമല്ല വേറൊരു സ്പീഷീസാണ് ഇതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം. പക്ഷേ ഈ ഓക്സിഷിലസ് ഡ്രപ്പർനൗഡിയുടെ സോഫ്റ്റ് പാർട്സ്, അതായത് അതിൻ്റെ ആ ഒരു ഹാർഡ് ഷെല്ലല്ലാത്ത ബാക്കിയുള്ള പാർട്സ് ഡാർക്കർ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ലൈറ്റർ യെല്ലോയിഷ് കളറായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. എന്നാലും ഇത് ഓക്സിഷിലസ് ഡ്രപ്പർനൗഡി തന്നെയാണെന്ന് കൺസിഡർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിലിഡേ ഫാമിലിയിൽപ്പെട്ട ഓക്സിഷിലസ് ജനസിൽപ്പെട്ട ഒരു ഒച്ചാണ്. ഇതിൻ്റെ ഒരു കോമൺ പേരുകൾ എന്ന് പറയുന്നത് ഡാർക്ക് ബോഡീഡ് ഗ്ലാസ് നെയിൽസ് എന്നും ഡ്രപ്പർനൗഡ്സ് ഗ്ലാസ് നെയിൽസ് എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് ഒരു ഫ്രഞ്ച് നാച്ചുറലിസ്റ്റ് ജാക്യൂസ് ഡ്രപ്പർനൗഡിൻ്റെ പേരിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇതിനൊരു ട്രാൻസ്ലൂസൻ ഷെല്ലാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സോഫ്റ്റ് പാർട്സ് ഒരു ഡാർക്ക് ബ്ലൂ ബോഡിയാണ്. പക്ഷേ ഇതിൻ്റെ ബോഡി കുറച്ചും കൂടെ ലൈറ്റ് ആയതുകൊണ്ടാണ് ഏഗോപിനല നിറ്റിഡുല ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ യൂറോപ്പാണ് ബേസിക്കലി. പക്ഷേ അത് കൂടാതെ തന്നെ നോർത്ത് അമേരിക്കയിലും സൗത്ത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഏഷ്യയിലെ തന്നെ പല പാട്ടുകളിലും ഒക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലും ഇതിനെ കണ്ടതായിട്ട് റെക്കോർഡ്സിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇത് തന്നെ ഒരു പ്രെഡേറ്ററാണ്. അതായത് ജുവനൈൽ സ്ലഗ്സ്, സ്നെയിൽസ്, വേറെ സ്നെയിലുകൾ, അതുപോലെ തന്നെ എർത്ത് വേംസ്, ഇതിനെയൊക്കെയാണ് ഇത് ഹണ്ട് ചെയ്ത് ഫീഡ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഡീക്കേ ആവുന്ന ഓർഗാനിക് മാറ്റേഴ്സ്, വുഡ് മാറ്റേഴ്സും അതർ ഓർഗാനിക് മാറ്റേഴ്സും ഇത് ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡീകമ്പോസറായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ചീത്തയായി ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പനമരത്തിൽ നിന്നാണ് ഇതിനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒരു കാരണമാണ് ഈ സ്പീഷീസ് ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട്. പിന്നെ ഇതിനൊരു ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത് ഈ സ്പീഷീസ് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യും, എക്കോളജിക്കൽ മോണിറ്ററിങ്ങിനായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട്. കാരണം ഇത് വളരെ സെൻസിറ്റീവാണ് മോയ്സ്ചറിനും പൊല്യൂഷൻസിനും. നല്ല പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇതിനെ കാണാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇത് IUCN റെഡ് ലിസ്റ്റിലൊന്നും പെട്ടേക്കുന്ന ജീവിയല്ല. ഇതൊരു ലീസ്റ്റ് കൺസേൺഡ് സ്പീഷീസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡിങ് ഹാബിറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതൊരു ഒംനിവോറസ് സ്പീഷീസാണ്. ഇത് മണം പിടിച്ചാണ് യൂഷ്വലി ഇതിൻ്റെ ഒരു പ്രെയിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പതുക്കെ അതിനെ അപ്രോച്ച് ചെയ്ത് അതിനെ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഹാബിറ്റാറ്റും ലിവിങ് കണ്ടീഷൻസും പറയുകയാണെങ്കിൽ ഇത് മോയിസ്റ്റ് ആൻഡ് ഷെയ്ഡഡ് എൻവയോൺമെൻറ്റ്സിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ലീഫ് ലിറ്റേഴ്സ്, അതായത് ചീയുന്ന ലീവ്സ്, അതുപോലെ തന്നെ ചെയ്യുന്ന വുഡ്സ്, ഇതുപോലെയുള്ള ഏരിയാസിൽ ഇത് തന്നെ കണ്ടുവരുന്നുണ്ട്. പിന്നെ അർബൻ വേസ്റ്റ് ഗ്രൗണ്ട്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ കേവ്സ് ആൻഡ് റോക്കി ഔട്ട് ക്രോപ്സിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അതായത് ഗുഹകളിലും ചെറിയ ചെറിയ പാറക്കല്ലുകൾ ഉള്ള ഏരിയാസിലൊക്കെ തന്നെ ഇതിനെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഗ്രീൻ ഹൗസസ് ആൻഡ് കമ്പോസ്റ്റ് പൈൽസിലൊക്കെ തന്നെ ഇതിനെ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 2 വർഷം വരെയാണുള്ളൂ. ഇത് മുട്ടകളിട്ടാണ് കുഞ്ഞുങ്ങൾ വിരിയുന്നത്. മുട്ടകളിടുന്നത് മോയിസ്റ്റ് സോയിലിലും അല്ലെങ്കിൽ ചെയ്യുന്ന ലീവ്സ് ഒക്കെ കിടക്കുന്ന ഏരിയാസിലൊക്കെയാണ്. ഇതിൻ്റെ ഒരു ചെറിയ ഹാച്ചിന് അതിന് ചെറിയ ഷെൽസൊക്കെയാണ്, മിനിയേച്ചർ ഷെൽസൊക്കെയാണ് ഉള്ളത്. അത് നമ്മൾ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വേറെ പെക്യുലർ നേച്ചർ പറയാനുള്ളത് ഇത് ഹെർമഫ്രോഡിറ്റിക് ആണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിലും മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് കാണും.
ഇതിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയണത് ഇത് വുഡിൻ്റെയൊക്കെ ബാർക്കിൻ്റെയൊക്കെ ഇടയിലും പിന്നെ അതുപോലെ തന്നെ ലീഫിൻ്റെയൊക്കെ അടിയിലൊക്കെ ആയിട്ട് ഒളിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇത് വലിഞ്ഞും ഇത് ഡിഫെൻസീവ് മെക്കാനിസം ഷോ ചെയ്യുന്നുണ്ട്. ഇറ്റലിയിലെ ക്വാട്ടർണറി ഡെപ്പോസിറ്റ്സിൽ ഇതിൻ്റെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലമായിട്ട് ഇത് ഈ ഭൂമിയിലുള്ള ഒരു ജീവിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ജുവനൈലിനെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു ഷെല്ലെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. മെയിനായിട്ട് ബോഡി പാർട്ടാണുള്ളത്, സോഫ്റ്റ് ബോഡി പാർട്ടാണ് ഇതിനുള്ളത്. പിന്നെ അതുമല്ല ഇതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൽസിനേക്കാളും കുറച്ചും കൂടെ സ്പീഡിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.